ഇത് കണ്ടു ഗൈസ്. കണ്ട, ഞാൻ ഇത്രയും പൈസ വെച്ചിട്ടേ ഞാൻ കളിക്കുള്ളൂ. കണ്ട, ഇപ്പോൾ 77 rupees പ്രോഫിറ്റിലാണ്. ഞാൻ അധികം ഒന്നും ഇടാറില്ല. പക്ഷെ വാട്ട് എവർ ഐ ഫസ്റ്റ് ലേൺ. പിന്നെ നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ എത്ര ഉണ്ടാക്കണോ അതിൻ്റെ ഇതിൻ്റെ ഫുള്ള് ഒന്ന് റേഷ്യോ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇനി കൂടുതൽ പൈസ ഇട്ടുള്ളൂ. ഞാനുണ്ടല്ലോ ബേസിക്കലി രാവിലെ തന്നെ നമ്മളുടെ വീക്ക് ഡേയ്സിൽ ട്രേഡിങ്ങിന് നിങ്ങൾ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ 9:15 മുതൽ 3:15 വരെ. പക്ഷേ അത്രയും സമയം നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. 9:15 ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതിലെ ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രേഡൊക്കെ എടുക്കും. എനിക്കൊന്ന് 1-2 മണിക്കൂറിൽ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാതിരി എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു ഭയങ്കര മൂഡ് ട്രെയിനുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രെയിൻ സ്പോട്ടിങ്. അപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അവിടെയും വരെ ഒന്ന് പോകണം. ഞാൻ ഇതുവരെ മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 3 മാസമായി മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ കണ്ടു. പിന്നെ കുറേ മെട്രോൻ്റെ മാപ്പും ഇതൊക്കെ നോക്കി. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ടൈം മെട്രോയിൽ നിന്ന് ട്രാവൽ ചെയ്യാം. പ്ലസ് നമുക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ട്രിപ്പ് തുടങ്ങി. ഇവിടുന്ന് മെട്രോ സ്റ്റേഷന് 70 രൂപയാണ് കാണിക്കുന്നത് ഊബറിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാക്ക് ചെയ്യാം. 26 to 31 minutes ആണ് വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ അത്രയും 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എനിവേസ് ഇന്ന് ഞാൻ വാക്കിങ്ങിന് പോയില്ല. അപ്പോൾ ഇതൊരു വർക്കൗട്ടും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വാക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേസിക്കലി ഞാൻ സഫ്ദർജംഗ് കൃഷ്ണനഗറിൽ നിന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. അപ്പോൾ എനിക്ക് ആക്ച്വലി പിടിക്കേണ്ടത് ഗ്രീൻ പാർക്ക് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് യെല്ലോ ലൈൻ ഡയറക്റ്റ് നമ്മളുടെ അജ്മീരി ഗേറ്റ് പിന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ കിടന്ന് നിർത്തും. അത് അവിടുന്ന് 2 മിനിറ്റ് വാക്കിംഗ് ഉള്ളൂ. അപ്പോൾ അത് നന്നായി. അപ്പോൾ ഞാനീ പോണ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർജുൻ നഗറിന് കൃഷ്ണനഗറിന് അർജുൻ നഗർ വഴിയാണ് ഞാൻ ഗ്രീൻ പാർക്കിലേക്ക് പോണത്. ഇപ്പോൾ എല്ലാം ഗലിയിൽ കൂടെ ഷോർട്ട് കട്ടിന് ആസ് പെർ ഗൂഗിൾ. എൻ്റെ മോനെ ഗൂഗിൾ കാണിക്കുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോർട്ട് കട്ടിൽ കൂടെ. ഞാൻ ഈ വഴിയിൽ കൂടെ ഇതുവരെ വന്നിട്ട് പോലുമില്ല. പക്ഷേ നല്ലതാണ്, നമ്മൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണമെന്ന് നല്ലതാണല്ലോ. മോനെ ഫുള്ള് ഗലികളാട്ടോ. നമ്മളീ നടക്കുന്ന എല്ലാതും ഷോർട്ട് കട്ട് ഗലിയിൽ കൂടെയാണ്. ഡൽഹി ഫുള്ള് ഗലിയിലാണ് ഉണ്ടായത്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇപ്പോഴായപ്പോഴാണ് പിന്നെയും കുറച്ച് ഇവർ ഓപ്പണായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ അങ്ങനെ സ്ഥലമല്ലേ. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ മുറിക്കലൊക്കെ അവർ നിർത്തി. അപ്പോൾ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി. ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാണ്ട്. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോറൊക്കെ ചെയ്യുമ്പോൾ, ട്രാവലിങ്ങൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന വെച്ചാൽ നടക്കണതാണ് നല്ലത് എപ്പോഴും. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 മിനിറ്റായി ഞാൻ നടക്കണം. ഇനിയും ഒരു 15 മിനിറ്റ് കൂടി നടക്കാണ്ട്. അപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ നമുക്ക് അത്രയും ടയർഡ്നെസ് തോന്നില്ല. വേറെ പോഷനൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ഒരു സ്വെറ്ററും ഒരു ലെതർ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ഉഷ്ണം. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഒരു ബൈക്കോ സ്കൂട്ടറോ ഉണ്ടായിരുന്നു വെച്ചാൽ കുറച്ച് സൗകര്യമായേനെ. അത് നോക്കട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് ലൈസൻസിൻ്റെ കാര്യം ചെയ്താരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ, ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട് ഈ മെയിൻ റോഡിലെ. അപ്പോൾ സൂക്ഷിച്ച് നടക്കേണ്ടി വരും. കണ്ടില്ലേ, ആ ബ്രിഡ്ജ് കണ്ടില്ലേ, അതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പം അത്രയും ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1.80 കിലോമീറ്റർ. ഇനി ബേസിക്കലി മെട്രോ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കാർഡ് മേടിക്കണം. അത് 200 രൂപയ്ക്കാണ്. 50 രൂപയുടെ കാർഡ് 150 രൂപയുടെ അവർ പൈസ ഫില്ല് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാം. നമുക്കിന്ന് ഒരു കാർഡ് വയ്ക്കണത് നല്ലതാണല്ലോ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഫ്രീഡം ഫോർ എവ്രി വൺ.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നില്ലേ? ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ട്രാവലിംഗ് ഫുള്ള് നമ്മുടെ ഇന്ത്യ ചുറ്റിക്കറങ്ങണം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇന്ത്യ തന്നെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ എത്ര കൊല്ലങ്ങളെടുക്കും. നമ്മളെത്തി. ഇതാണ് ഗ്രീൻ പാർക്ക് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾക്ക് കടക്കാം. ടോട്ടൽ സമയം എടുത്തത് നമ്മൾക്ക് 27 മിനിറ്റ്, 2.13 കിലോമീറ്റർ. ഇവിടെ നമ്മൾക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് സംഭവം മേടിക്കാം. അപ്പോൾ ഒരു DMRCയുടെ നമ്മൾക്ക് ഡൽഹി മെട്രോൻ്റെ കാർഡ് മേടിക്കണം. അപ്പോൾ ബേസിക്കലി ഈ കാർഡ് നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം. ബസ്സിൽ, മെട്രോയിൽ, പാർക്കിംഗ്, ഈവൻ പെട്രോളിന് വരെ, റെസ്റ്റോറൻറ്റ്, ഷോപ്പിംഗ് എല്ലാത്തിനും ഈ കാർഡ് നമുക്ക് ഉപയോഗിക്കാം. മെട്രോ കാർഡ് അവൈലബിൾ ഹിയർ. അപ്പോൾ ഇതാണ് ഈ സംഭവം നമ്മൾക്ക് കിട്ടിയത്. റൂപേ പ്രീപെയ്ഡ്. അതിൻ്റെ ഒപ്പം ഒരു കവറും കിട്ടിയിട്ടുണ്ട് നമുക്ക്. പ്ലസ് ഇത് ഇനി ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ 50 രൂപയുടെ കാർഡ് 200 രൂപയ്ക്ക് ഞാൻ അതിൻ്റെ ക്യാഷ് ഇതിലേക്ക് ഇടിച്ചു. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾക്ക് കസ്റ്റമർ കെയറിൽ. അവിടേക്കൊന്ന് പോകാം. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈൻ അപ്ഡേറ്റ് ആയി, അവിടെ ചെയ്തു. ഇനി ഇതിൽ നമ്മൾക്ക് ഇത് ചെയ്യണം. 1000 രൂപ 200 ടോട്ടൽ എമൗണ്ട് ബാലൻസ് കാണിച്ചു. നമ്മളുടെ ജേണി തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡൽഹി മെട്രോയിൽ. ഇനി ഇവിടുന്ന് നമ്മൾക്ക് പോകേണ്ടത് എവിടേക്കാണ് നോക്കേണ്ടത്. യെല്ലോ ലൈൻ എവിടേക്കുന്നത്? ഇത് ടു ഗുരുഗ്രാം. ഇവിടെ അല്ല, ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഇൻഫർമേഷൻ ഉണ്ട് ഫുള്ള്. നമ്മളുടെ യെല്ലോൻ്റെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് ഗ്രീൻ പാർക്കിൽ. ഇവിടെ നിന്ന് നമ്മൾക്ക് പോകണം. ഇത് ഇവിടെ കശ്മീരി ഗേറ്റ് ഭാഗത്തായിട്ട് അവിടെയാണ് നമ്മളുടെ സ്റ്റോപ്പ്. ന്യൂഡൽഹി. ഇവിടെയാണ് നമ്മളുടെ സ്റ്റോപ്പ്. എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇങ്ങനെ റൂട്ട് മാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 2. സംഭവം കൂളാട്ടോ. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ചെറുതായിട്ടൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ എന്താ വെച്ചാൽ ഓക്കെ, വി ആർ യൂസ് ടു ഇറ്റ് റൈറ്റ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ വന്നിട്ട് ഒരു മെട്രോളൊക്കെ ചെയ്യണത്. എനിക്കത് ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. ഇവിടെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട. അപ്പോൾ ടുവേർഡ്സ് സമയപൂർ ബദ്ലി, അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. പിന്നെ ട്രെയിന് കണ്ട് നമുക്കറിയാം അത് യെല്ലോ ലൈൻ നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇനി ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, നമുക്ക് ഈ ഭാഗത്താണോ അല്ല റൈറ്റിലേക്കാണോ അത് ലെഫ്റ്റിലാണോ പോകേണ്ടത്, അതൊന്ന് നോക്കണം. എനിക്കൊന്ന് ഇതാണ് നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടത്. ഗ്രീൻ പാർക്ക്, ദില്ലി ഹാട്ട്, ലോക് കല്യാൺ മാർഗ്, പിന്നെ ഉദ്യോഗ് ഭവൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തേണ്ടത് ന്യൂഡൽഹി. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 സ്റ്റേഷനുണ്ട്. ഗായ്സ്, നമ്മൾക്കുണ്ടല്ലോ ബേസിക്കലി ഇതെല്ലാതും അണ്ടർഗ്രൗണ്ട് മെട്രോ ആയിരുന്നു. ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത യെല്ലോ ലൈൻ. അപ്പോൾ എനിക്ക് ബേസിക്കലി പുറത്തെ വ്യൂ ഒന്നും കിട്ടില്ല. ഞാൻ നല്ല ഇതിലൊക്കെ ഇരുന്ന് പുറത്തെ വ്യൂ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നാൽ. നമ്മളിപ്പോൾ ഇറങ്ങിയത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം നമ്മൾക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ 1 and 2 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എക്സിറ്റ്. നമ്മളുടെ ടോട്ടൽ പൈസ കട്ട് ചെയ്തത് 24 രൂപ. എന്നുവെച്ചാൽ 1 ദിർഹം. 9 സ്റ്റേഷൻസ് നമ്മൾ ക്രോസ് ചെയ്തു. 1 ദിർഹം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. എനിക്കെന്താ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. കാരണം കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രെയിൻ കാണാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എസ്കലേറ്ററാണ്. ഇവിടെ നമ്മൾ പേഴ്സും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ പേഴ്സൊക്കെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്നാലും അധികം ക്യാഷൊന്നും ട്രാവൽ ചെയ്ത് വെക്കാറില്ല. എന്നാലും നമ്മൾ ഡെബിറ്റ് കാർഡും ആധാർ കാർഡൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ മൊബൈൽ അത് പ്രത്യേകമായിട്ട് ഒരുത്തം വന്നിട്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ എനിക്കൊരു കോൾ ചെയ്യണം, ഒന്ന് തരുള്ളൂ. നമ്മൾ കോളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അവൻ മൊബൈൽ എടുത്തിട്ട് ഓടും. അപ്പോൾ സൂക്ഷിക്കുക. അതേപോലെ നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഞാനിവിടുന്ന് വിട്ട് പോയിട്ട് 30 കൊല്ലമായി. അപ്പോൾ 30 കൊല്ലത്തിൽ പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ഓവർ ബ്രിഡ്ജൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് നമ്മൾ ടാക്സിയിലും ഓട്ടോയിലും വന്നിട്ട് കേരള എക്സ്പ്രസ്സോ
പിന്നെ അവർ വേറെ ഒരെണ്ണുണ്ടായിരുന്നു ജയന്തി ജനത, അതിലായിരുന്നു പപ്പയും മമ്മിയും നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് 2 ദിവസം നമ്മളെ ട്രെയിനിലുള്ള യാത്ര, അതും സെക്കൻഡ് ക്ലാസ്സിൽ, ഓഹോ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിംഗ് ഡൗൺ ദി മെമ്മറി ലൈനാണ് നമ്മളുടെ. സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ ബാഗൊക്കെ ഉള്ളവർ അതിൽ ബാഗ് ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ നേരെ. എനിക്കുണ്ടല്ലോ ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് പ്ലാറ്റ്ഫോമിൽ പോവാം. ഞാനും പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ അതിപ്പോൾ നോക്കണേ എവിടെ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടാം. ഇവിടെ ഭയങ്കര തിരക്കായി. ഇവിടെ എഴുതിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ഓൾ കൗണ്ടേഴ്സ്. ഓൺലൈൻ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞില്ല, അതൊന്ന് ചെക്ക് ചെയ്യാം നമുക്കിപ്പോൾ. അപ്പോൾ സംഭവം നമുക്ക് കിട്ടി 10 റുപ്യക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ. എനിക്കിപ്പോൾ അറിഞ്ഞൊരു ഏത് പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. ഓ ഭയങ്കര ഒച്ചയുടെ ഇവരെ എന്ത് കഴിച്ചിട്ടാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 16 to 1 എഴുതിയിട്ട് നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം 16 to 1, അപ്പോൾ ഇവിടേക്കൊന്ന് പോയി നോക്കാം. യെസ്, ഇതുവരെ ട്രെയിനിൻ്റെ ഒരു വ്യൂ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്നാലും എനിക്കൊന്ന് ട്രെയിനിൻ്റെ ട്രാക്കൊക്കെ കാണാൻ തോന്നുന്നു. അയ്യോ എന്താ മക്കളെ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നറിയാം. ഇപ്പം ട്രെയിൻ ട്രാക്ക് മാത്രം കണ്ടിട്ടുള്ളൂ, ട്രെയിൻ കണ്ടിട്ടില്ല. അപ്പോൾ ട്രെയിൻ നിൽക്കണ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് ഇറങ്ങാം. ഓക്കെ, ഇവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഇവിടെ എസ്കലേറ്ററും ഉണ്ട്. നമ്മുടെ രാജ്യം വളർന്നു പോനെ, ഒന്നും പറയണ്ട. അപ്പം ഞാൻ ആക്ച്വലി 30 കൊല്ലം കഴിഞ്ഞിട്ട് ട്രെയിൻ കാണാൻ പോണു. ഇതേ കാണുന്നു മക്കളെ ട്രെയിൻ. ഒന്നല്ല രണ്ട് ട്രെയിൻ അപ്പുറത്തുപ്പുറത്ത്. നമ്മൾ ഈ കുട്ടികളുടെ സന്തോഷം കാണില്ല, അതുമാതിരിയാണ് എനിക്കിന്ന് ഈ ട്രെയിനുകൾ കാണുമ്പോൾ. സത്യം പറഞ്ഞതൊരു മ്യൂസിയം പീസ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ട്രെയിനുകൾ നടക്കുന്നുണ്ട്. ഓ ഇവന്മാർ സൗണ്ട് ഫുള്ള് കൂട്ടി വെച്ചിരിക്കാട്ടോ, ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ജൻശതാബ്ദി എക്സ്പ്രസ്. അപ്പോൾ എല്ലാം കാലിയാണ്, ആൾക്കാരില്ല ഇനി. നമുക്ക് ചെന്നിട്ട് എഞ്ചിൻ്റെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്താണ് സംഭവം. അപ്പുറത്തെ സൈഡിലും ജൻശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്. ഇതിൽ ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ ദേഹ്രാദൂൻ, ന്യൂ ദില്ലി, ദൗലത്പൂർ ചോക്ക്. എങ്ങോട്ടേക്കാ? ദേഹ്രാദൂൻ, UP. എനിക്ക് ആ ട്രെയിനിൻ്റെ ഒച്ച കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇത് എപ്പോഴാണ് പോകണമെന്ന് അറിഞ്ഞൂടാ. ആ ട്രെയിൻ വരണതും പോകണ ഒരു ഒച്ചയില്ലേ. ഇപ്പോൾ നമ്മൾ എൻജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. എൻജിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഓ എന്താ ഒച്ച മോനെ എൻജിനല്ലേ ഇത്. ജനറേറ്റർ കാറിൻ്റെ ഒച്ചയത്, ലഗേജ് ബ്രേക്കും ജനറേറ്റർ കാറിൻ്റെ ഒച്ചയത്. എൻജിൻ അവിടെ ഉണ്ട് 2274. നോക്കിയിട്ട് വരാതെ. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതും ട്രെയിൻ ട്രാവൽ, 2 ദിവസത്തെ ട്രെയിൻ ട്രാവൽ, അതൊക്കെ നമ്മൾക്കൊന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഏറ്റവും ആദ്യത്തെ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പണ്ടത്തെ ഒരു ലോക്കോ നിൽക്കണണ്ട. ഇതേ പോണ ഒരു ട്രെയിൻ ഇവിടുന്ന്, നമ്മുടെ ഭാരതീയ റെയിൽ. പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ. നമ്മുടെ റെയിൽ നെറ്റ്വർക്ക് അടിപൊളിയല്ലേ. ആ ലുക്ക് നോക്കിയ മക്കളെ, നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ചെയ്യില്ല നമ്മളുടെ ഇങ്ങനത്തെ ഈ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഇത്രയും കോടി ജനങ്ങളെ കണക്ട് ചെയ്യണതാണ് നമ്മളുടെ റെയിൽ നെറ്റ്വർക്ക്, അതും ഇത്രയും ചീപ്പ് പ്രൈസിൽ അല്ലേ. ശരിയല്ലേ? വേർത്തോളം ഞാൻ കുറച്ച്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ പറയും ശരിയല്ലേ. എന്നുവെച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ ട്രെയിൻ ട്രാവൽ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് കമ്പാരിറ്റീവ്ലി എനിവേർ. ഇപ്പം മെട്രോ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ആകെ ചിലവായത് എത്ര? 1 ദിർഹം, 1 ദിറത്തെ ചിലവായിട്ടുള്ളൂ അവിടുന്ന് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. അന്ന് ദുബായ് എന്ന് വെച്ചാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6-12 ദിർഹം ചിലവായാണ്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4-ലെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ നിൽക്കുന്നത് തെലങ്കാന എക്സ്പ്രസ്. ഇവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്, ദീൻ ദയാലു കോച്ച്, ന്യൂഡൽഹി KSR ബാംഗ്ലൂരു
MGR Chennai Central. ഒരു ചായ ഒരു കാപ്പി അങ്ങനെ കുടിക്കാം. കുറേ നേരം ഇങ്ങനെ നടക്കണേ. ഒരു കോഫി മേടിച്ചു നമ്മൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ സ്റ്റേഷനിലെ കോഫി കേട്ടോ. കുടിച്ചു നോക്കാം. കുഴപ്പമില്ല, നല്ല ചായ, നല്ല ചായ കോഫി. എനിക്കിപ്പോഴും ഇതുവരെ ഒരു ട്രെയിൻ വരുന്നതോ പോണതോ കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ ശരിക്കും എപ്പോഴാണ് ടൈമിങ് നോക്കിയിട്ടില്ല നമ്മൾ. ഞാൻ ടൈമിങ് നോക്കട്ടെ, ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോവാം. ഇപ്പം പറഞ്ഞാൽ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടെന്ന് കേട്ടു. അതൊന്ന് നോക്കട്ടെ. ഞാൻ കുറേ നാളായി ആദ്യമായിട്ടൊന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇത് കണ്ടൊന്ന് തൊട്ട് നോക്കട്ടെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതേ കിടക്കണ പോലെ വന്ദേ ഭാരത്. മക്കളെ, നമ്മളെ നാടിൻ്റെ അഭിമാനം. ഇവർക്കൊന്നും ഇതൊന്ന് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല. ആസാദി കാ അമൃത് മഹോത്സവ്. അങ്ങനെ വന്ദേ ഭാരത്, ഓറഞ്ച് വന്ദേ ഭാരത് ഞാൻ കണ്ടു. ഇനി വെള്ളയും നീലയും വന്ദേ ഭാരത് ഒന്ന് കാണാനുണ്ട്. എന്തൊരു സന്തോഷമാണെന്ന് പറയും എനിക്ക് ഇതൊക്കെ കാണാൻ. ഓക്കെ ഗായ്സ്, നമ്മളിത് വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അതും കൂടി ഒന്ന് നോക്കാം. അതെ, അപ്പുറത്തൊരു ട്രെയിൻ പോണ്. അയ്യോ, അത് മിസ് ചെയ്തു. ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു. ഛേ, കുഴപ്പമില്ല, നമ്മൾ വന്ദേ ഭാരത് കണ്ടില്ലേ. എന്താ മോനെ ലുക്ക്. അപ്പോൾ ഈ വണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ശ്രീ മാതാ വൈഷ്ണോദേവി, അതിന് വേണ്ടിയിട്ട് പോണത് ഈ വണ്ടി. അതിനുള്ള സ്പെഷ്യൽ ട്രെയിനാണ് ഇപ്പോൾ ഇവർ ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിവിടെ വേറൊരു നിൽക്കുന്നത് WAG. ഇത് ഗുഡ്സ് ട്രെയിനിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ എത്ര കുറേ റെയിൽവേൻ്റെ ഇത് കാണുമ്പോൾ എനിക്കറിയാം ഇത് പച്ച കളറുള്ള കൂടുതലും ഗുഡ്സ് ട്രെയിനിൻ്റെ എഞ്ചിനാണ്. പക്ഷേ ഇത് വലിക്കുന്നത് പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിനിന് മറ്റേ ഇല്ല കേട്ടോ, ജനറേറ്റർ കാറില്ല. ഇതാണ് ബറേലി ന്യൂ ഡൽഹി റോത്തക് തിലക് ബ്രിഡ്ജ് സിർസ എക്സ്പ്രസ്. ഇതെല്ലാം നോർമൽ സെക്കൻഡ് ക്ലാസ്. അത് ഒരു ട്രെയിനിൽ കയറി ഒന്ന് ഇരിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് നോക്കാം. എനിക്കൊന്നും ഈ ട്രെയിൻ പോണില്ല. തുറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഉള്ളിൽ കയറി ഇരുന്ന് നോക്കാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് പഹാഡ്ഗഞ്ചിന്ന്, ഇത് പഹാഡ്ഗഞ്ച് ഏരിയയാണ്. പഹാഡ്ഗഞ്ച് ഏരിയയിൽ നിന്ന് നേരെ അവിടെ കോഫി ഹോം ഉണ്ട്. അവിടെ ചെന്നിട്ടൊരു മസാല ദോശയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചാൽ. അത് വിശന്നിട്ട് വയ്യ. പഹാഡ്ഗഞ്ച് ഏരിയ ഭയങ്കര ട്രാഫിക്കാണ്. ഫുള്ള് ഫുഡ് സ്റ്റോൾസും വഴിയിലും. പണ്ടത്തെ പഴയ ഡൽഹി അത്. ഞാൻ ആക്ച്വലി ഓട്ടോറിക്ഷ എടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ മെട്രോയിൽ പോയിട്ട് ഈ കനാട്ട് പ്ലേസിൽ പോണ വഴി ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു ഓട്ടോയിൽ തന്നെ പോകാൻ നേരം വിശന്നിട്ട് വയ്യ. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം ഞാനിന്ന് കനാട്ട് പ്ലേസിലും എത്തി. അതിന് നമ്മുടെ കനാൽ പ്ലേസ് ഏരിയ. ഇതൊക്കെ എത്ര കൊല്ലം പഴയ സബ്വേ എന്നറിയത്. ഇപ്പോഴും ഉണ്ട്. മെയിൻ്റനൻസ് ഒന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. ഇംഗ്ലീഷുകാരുണ്ടാക്കിയാണെന്ന് തോന്നുന്നത് എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ കനാട്ട് പ്ലേസ് ഇപ്പോഴും അതുമാതിരി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണ കോഫി ഹോമിലേക്ക്. കോഫി ഹൗസോ ഇന്ത്യൻ കോഫി ഹൗസോ ഞാൻ പേര് മറന്നുപോയി, പക്ഷേ സെയിം സ്ഥലം തന്നെയാണ്. എൻ്റെ ഓർമ്മ ശക്തിയിൽ ഇത് തന്നെയാണ് സ്ഥലം. സംഭവം ഇവിടെ കണ്ടാണ്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് എൻ്റെ മമ്മിയൊക്കെ അവരുടെ ഓഫീസ് സ്റ്റാഫും എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ നിന്ന് കൂടുതലും അവരുടെ പാർട്ടിയും ഭക്ഷണങ്ങളൊക്കെ ചെയ്തിരുന്നവർ. മമ്മിയുടെ ഓഫീസ് ഇവിടെ അടുത്തായിരുന്നു. ഇവിടെ അടുത്താൻ കണ്ട് തന്നെ ഡൽഹി എംപോറിയം എനിക്ക് കാണാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് കണ്ടത് ഇന്ത്യൻ കോഫി ഹൗസോ കോഫി ഹോമോ. കനാട്ട് പ്ലേസിൽ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ നമ്മളുടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സും എംപോറിയൊക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഡൽഹിയിൽ വരേണ്ട വെച്ചാൽ ഈ ഏരിയയിൽ വരാം. ഹനുമാൻ മന്ദിറിൻ്റെ അടുത്താണ് ഈ സ്ഥലം. അപ്പോൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ആ കാണാണ് ഹനുമാൻ മന്ദിർ. അവിടെ കണ്ടില്ലേ ഒരു കൊടി കണ്ട, അതാണ് ഹനുമാൻ മന്ദിർ. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ സ്ഥലമുള്ളത് നമ്മുടെ. അപ്പോൾ നമുക്ക് കോഫി ഹോമിൽ നിന്നിട്ട് ഒരു ദോശ കൊണ്ട് അടിച്ചു കളയാം. മോനെ എൻ്റെ ഓർമ്മശക്തി അത്രയും മോശമൊന്നുമില്ല കേട്ടോ. കോഫി ഹോം തന്നെയാണ്, ഇതാണ് സ്ഥലം കോഫി ഹോം. നല്ല അടിപൊളി തിരക്കണ്ടിട്ടുള്ളൂ, ലൈനും ക്യൂ ഒക്കെയാണ്. നമുക്ക് ഇനി അപ്പോൾ കിട്ടാമോ? നല്ല ക്യൂ ഉണ്ട്. ഞാനൊരു മസാല ദോശയും ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. മസാല ദോശയ്ക്ക് 100 രൂപ, ഫിൽറ്റർ കോഫിക്ക് 50 രൂപ. കുഴപ്പമില്ല കേട്ടോ. ഫൈനലി മോനെ 15-20 മിനിറ്റ് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്തു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും തിരക്ക്. കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പണ്ടത്തെ ആ ടേസ്റ്റൊക്കെ പോയി. ഭയങ്കര ഡള്ളായിരുന്നു. എന്ന് വെച്ചാൽ അവർ ഉപയോഗിച്ച മാവും പിന്നെ സാമ്പാറെന്ന് വെച്ചാൽ പറയുക വേണ്ട, ഒടുക്കത്തെ സാമ്പാർ. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ഇത് 150 രൂപ കൊടുത്തിട്ട് എനിക്ക് അത് യാതൊരു വിലയായിട്ട് തോന്നിയില്ല കേട്ടോ. അത് എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആകെ ആ ചട്നി മാത്രം കുറച്ച് രസമുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഒരു ജാതി ഒരു രസം ഉണ്ടായിരുന്നില്ല. എനിവേസ് പോട്ടെ, ഇനിയും അവിടേക്കില്ല. ഞാനിപ്പോൾ ഇവിടെ വഴിയിൽ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു. നല്ല രസമുണ്ട്. നമ്മുടെ വാളിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് വേണമായിരുന്നു. അപ്പോൾ ഇത് 100 രൂപ എന്ന് പറഞ്ഞവൻ, ഞാൻ പറഞ്ഞൊരു 5 പീസ് എടുക്കാം. അപ്പോൾ ലാസ്റ്റ് അവൻ എനിക്ക് 80 അല്ലെങ്കിൽ 70 തരാമെന്ന് പറഞ്ഞു. എനിവേസ് ഇവിടെ നമ്മുടെ ഗാന്ധിജിയുടെ ചർക്ക മ്യൂസിയം, അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് 20 രൂപയുടെ. അപ്പോൾ എനിക്ക് കാണാനുള്ള ഇതില്ല. യാവും വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇതാണ് സംഭവം. ഗാന്ധിജി അല്ലാണ്ട് ഇത് മെഷീൻ്റെ ചർക്കയെന്ന് തോന്നുന്നു. അപ്പം നമുക്കിഞ്ഞു വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ലിഫ്റ്റ്. ഇതിൽ കൂടെ കയറണം. ലിഫ്റ്റ് വരാൻ സമയമെടുക്കും. ഇവിടെ വേറൊരു വഴിയുണ്ട് നടന്നു പോകാനുള്ള, കോണിപ്പടി രാജീവ് ചോക്ക്. അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ മനസ്സിലായത് എന്ന് വെച്ചാൽ കനാട്ട് പ്ലേസിൻ്റെ സ്ഥലം ഒന്നും മിണ്ടായിരിക്കും പോയി. കനാട്ട് പ്ലേസിൻ്റെ സ്ഥലം മാറ്റിയിട്ട് അവർ രാജീവ് ചോക്ക് ആക്കി. പക്ഷെ ഇപ്പോഴും ആൾക്കാർ കനാട്ട് പ്ലേസ് തന്നെയാണ് പറയുന്നത്. ബേസിക്കലി നമ്മളുടെ ഈ ആപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതനുസരിച്ചിട്ട് നമ്മൾ പോയാൽ മതി. ഞാൻ സത്യം പറഞ്ഞാൽ ആരോടും ചോദിക്കേണ്ടി എനിക്ക് വന്നില്ല. ഞാൻ ആപ്പ് വെച്ചിട്ട് ഞാൻ തന്നെ സ്വന്തം എല്ലാവരും നാവിഗേറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ മക്കളെ നമ്മൾ ഫൈനലി കറങ്ങി വന്നു. ടയർഡായി. ഇങ്ങനെ നമ്മൾക്ക് പല ട്രിപ്സും ചെയ്യണം. ഇതിനേലും വലിയ വലിയ ലോങ്ങർ റൂട്ട്സ് ചെയ്യണം. ഗൈസ്, അങ്ങനെ ഞാൻ ആ ട്രിപ്പും കഴിഞ്ഞ് വീട്ടിലിപ്പോൾ എത്തി. അയ്യോ, മെട്രോയിൽ നല്ല ചൂടുണ്ടായിരുന്നു. ഇത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ സമയം 5 ആവാറായി. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ പറയുക, ഇങ്ങനെ തന്നെ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഡെയിലി എന്തെങ്കിലും ഒരു പുതിയ ലൊക്കേഷൻ ചെന്നിട്ട് കണ്ടുപിടിക്കണം, പിന്നെ ഷൂട്ട് ചെയ്യണം, കാണണം. എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും കാണണ്ടേ. അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് നമ്മളുടെ പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഫ് യു റിയലി ലൈക്ഡ് ഇറ്റ് ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വർത്ത്, പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ. പിന്നെ കമൻറ്റ് ചെയ്യുക പ്ലീസ്. ദെൻ ഓൺലി ഐ നോ എന്താ പിന്നെ ഇനി പുതിയ വീഡിയോ ഉണ്ടാക്കേണ്ടതും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. പിന്നെ ഓഫ് കോഴ്സ് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഷെയറും ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ഇഫ് യു തിങ്ക് ദാറ്റ് മൈ എഫേർട്സ് ഈസ് ബീൻ റിയലി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇറ്റ്സ് യൂസ്ഫുൾ, സോ ഈ ഒരു സൂപ്പർ താങ്ക്സിൻ്റെ ഒരു ബട്ടണും കൂടി ഉണ്ട്. സോ യു ക്യാൻ ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡൊണേഷൻ ടു സപ്പോർട്ട് മീ. പ്ലസ് അതനുസരിച്ചിട്ട് ഐ വിൽ ബി മോർ മോട്ടിവേറ്റഡ് ടു മേക്ക് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പോൾ ഗൈസ്, കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.